ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോ ACL-ഉം മെനിസ്കസും സർജറി കഴിഞ്ഞിട്ട് ഇപ്പോ 4 മാസമായി. അപ്പൊ ACL മെനിസ്കസ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡീപ് സ്ക്വാട്ട് പൊസിഷനിൽ ഇരിക്കുക, ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് പൊസിഷനിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഒരു ഗ്രാജുവൽ ആയിട്ട് ഞാൻ ഫിസിയോ എക്സസൈസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. എല്ലാ എക്സസൈസും നമ്മുടെ ഫിസിയോ അഡ്വൈസർ പറയുന്നത് പ്രകാരം ചെയ്തു. നമ്മുടെ ക്വാഡ്സ് സ്ട്രെങ്തനിങ് എക്സസൈസ്, ഹാംസ്ട്രിങ് എക്സസൈസ്, ഗ്ലൂട്ട് മസിൽ എക്സസൈസ്, കാഫ് മസിൽ എക്സസൈസസ് എല്ലാം ചെയ്തു. അതിനോടൊപ്പം തന്നെ സ്ക്വാട്ട് എക്സസൈസും ഞാൻ പ്രാക്ടീസ് ചെയ്തു. ആദ്യം നമ്മൾ വാൾ സിറ്റിംഗ് പ്രാക്ടീസ് ചെയ്തു, വാൾ സിറ്റ് സ്ക്വാട്ട് പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ഡീപ് സ്ക്വാട്ട് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് ഏകദേശം ഈ പൊസിഷനിൽ ഇരിക്കുക എന്നതാണ് ഡീപ് സ്ക്വാട്ട് പൊസിഷൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ക്വാട്സ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 15 റെപ്പിറ്റേഷൻ വെച്ച് 3 സെറ്റ് രാവിലെയും വൈകുന്നേരം എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കാല് ഏകദേശം നമ്മുടെ ഷോൾഡറിന് ലെവലായിട്ട് നമ്മുടെ കാലിന്റെ ആംഗിൾ വെക്കുക. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്ക്വാട്സ് ചെയ്യുക. സ്ക്വാട്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മളിങ്ങനെ ഇരിക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇപ്പൊ 4 മാസമായി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഈ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മാസം വരെയുള്ള ഫിസിയോ എക്സസൈസ് എന്ത് തന്നെയായാലും ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.